എൻ്റെ കെട്ടിയോളുടെ വീട്ടിൽ അതിനും മാത്രം വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പാവം നല്ലോണം കഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. എല്ലാവരും പറയുന്നതും കേട്ട് അനുസരണയോടെ അങ്ങ് നിൽക്കുമെന്ന് കരുതി ഞാനങ്ങ് കെട്ടി. പക്ഷേ ഇന്നെൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാടാ അവള്. നിനക്ക് പ്രശ്നമാണെന്ന് എനിക്കറിയാം. അത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നടാ. കല്യാണം എന്ന് കേൾക്കുമ്പോൾ അതിന് പേടിയാവുന്നടാ. ഞാനും ഒരു കുട്ടിയെ സ്നേഹിച്ചിരുന്നു. നിനക്ക് പറയാം, അവളെ എങ്ങാനും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം അടിപൊളിയായിരുന്നേനെ. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് എൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറായടാ. ശരി വിട്ടടാ. ബസ് ഇഡിയോട്ടിക് ലോജിക്കൊന്നും പറയല്ലേ. ഞാനും പ്രേമിച്ച് തന്നെയാ കല്യാണം കഴിച്ച്. നിങ്ങളുടെ വൈഫ് ഇപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ വൈഫ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് വീക്കിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടു. എക്സ്ക്യൂസ് മീ, ആഫ്റ്റർ ദ ബ്രേക്ക്. അറേഞ്ച് മാരേജും ഇതുപോലൊക്കെ തന്നെയാ. പ്രേമിച്ച് വിവാഹം കഴിച്ചാലും ഇതുപോലെ തന്നെയാ. അപ്പൊ പിന്നെ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നത്? പക്ഷേ കണ്ണടച്ച് കല്യാണം കഴിച്ചവൻ നശിച്ചു പോവും. മനസ്സ് നോക്കി കല്യാണം കഴിക്കുക നന്നായിരിക്കും. എക്സ്ക്യൂസ് മീ, ആഫ്റ്റർ ദ ബ്രേക്ക്. എടാ അളിയാ, ആരാടാ ഇയാള്? ബോസ് എന്ന് വിളിക്കുന്നു, ബ്രേക്ക് എന്ന് പറയുന്നു. കണ്ടിട്ട് വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. ഡാ, ആളെങ്ങനെയാണെങ്കിലും അയാളെ പറയുന്ന കാര്യത്തിൽ ഒരു അർത്ഥം ഉണ്ടടാ. നിക്കേ. ഹലോ ബോസ്. അല്ല, നിങ്ങളെന്തോ പറഞ്ഞോണ്ടിരിക്കില്ലായിരുന്നു, അതൊന്ന് മനസ്സിലാവുന്ന പോലെ പറയാവോ? എക്സ്ക്യൂസ് മീ. നിക്കടാ. ഗുഡ് ക്വസ്റ്റ്യൻ ബോസ്. കണ്ണെന്ത് പറയുമെന്ന് വെച്ചാ, ഒരു പെണ്ണിൻ്റെ ഹൈറ്റും വെയിറ്റും, മുന്നഴകും പിന്നഴകും, നടപ്പ് ചിരിപ്പ് ഭാവം, ഇതേ പറയൂ. ഇത് കണ്ടൊരുത്തൻ വീണ് കഴിഞ്ഞാ പിന്നെ ജീവിതത്തിൽ അവൻ എഴുന്നേക്കാനേ പറ്റില്ല. പക്ഷെ മനസ്സ് കള്ളം പറയത്തില്ല. ഒരു പെണ്ണിൻ്റെ ആദ്യ നോട്ടത്തിൽ തന്നെ അവളുടെ ക്യാരക്ടർ മനസ്സ് അങ്ങനെ പിടിച്ചെടുക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട 100 വർഷം ജീവിച്ച ഫീല് തരും. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി എന്ത് വേണേലും ചെയ്യാം ബോസ്. നിനക്ക് ആ ചാൻസ് ഇല്ല, പക്ഷേ നിനക്ക് ആ ചാൻസ് ഉണ്ട്. ചാൻസ് വരുമ്പോ ചാടി കയറി പിടിച്ചേക്കണം. ലൈഫ് നന്നായിരിക്കും. ഓക്കെ, വീണ്ടും അടുത്ത പരിപാടിയിൽ കണ്ടുമുട്ടാം. എക്സ്ക്യൂസ് മീ. കണ്ണ് ചതിച്ചിടും, നിന്നെ വഞ്ചിക്കും, നിന്നിൽ വിശ്വസിക്ക്, ആരെയും പറ്റിക്കല്ലേ. അയാള് പറഞ്ഞതൊക്കെ നടക്കുവാടാ. എടാ, അതുപോലെ എങ്ങാനും നടന്നാ ഞാൻ വളരെ സന്തോഷവാനാടാ. എടി, നീ ചെയ്തത് കുറച്ച് കൂടിപ്പോയി. നിന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് എന്നോട് സംസാരിച്ച്. എത്രയാ? കിലോ ആണോ ടണ്ണോ? എടി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നല്ല ചെറുക്കനാണെങ്കിൽ നിനക്ക് സമ്മതിച്ചൂടെ? നല്ല ചെറുക്കനോ? അവനോ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോ ഉടൻ തന്നെ ഫസ്റ്റ് നൈറ്റിന്റെ ഏർപ്പാട് ചെയ്യാൻ പറയാ. ശരി, നിനക്ക് എങ്ങനെയുള്ള ചെറുക്കനെ വേണ്ടേ? നിനക്ക് മനസ്സിലാവില്ലടി. എന്റെ അച്ഛൻ മരിച്ചപ്പോ എന്റെ അമ്മയ്ക്ക് 22 വയസ്സ് മാത്രം. ഞാൻ ചെറിയൊരു കുട്ടിയായിരുന്നു. അമ്മ വിചാരിച്ചിരുന്നെങ്കിൽ വേറൊരു കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കായിരുന്നു. അമ്മ അങ്ങനെ ചെയ്തിരുന്ന എന്റെ കാര്യം എന്താ എന്നെ അറിയില്ല. പക്ഷെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ഞാൻ ഈ പൊസിഷനിലെത്താൻ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് അറിയൂ. ഞാൻ എങ്ങനെയാ അമ്മയെ വിട്ടിട്ട് പോവുക? ഒന്നെങ്കിൽ കല്യാണത്തിന് ശേഷം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും മണി പ്രോബ്ലം വരാതെ ഇരിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. സോറി ഡി, നിന്റെ നല്ല മനസ്സിന് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം കിട്ടും. ഹേ, ഒരു പുതിയ പ്രോജക്റ്റിന് നിന്നെ ട്രെയിനിങ്ങിന് അയക്കുകയാണെന്ന് കേട്ടല്ലോ. അതെ, 10 ദിവസം പറഞ്ഞിട്ടുണ്ട്. മൺഡേ തിരിച്ചാ 10 ദിവസം അവിടെയാ. പോയിട്ട് എന്നെ ഫോൺ ചെയ്യണം, എന്നെ മറക്കരുത്. നീ എവിടെയാടാ? ഞാനിവിടെ ഇറങ്ങിടാ, ഇപ്പൊ വരാം.
ശരി, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ രഘുവിനെ കൂട്ടിക്കൊണ്ട് തിയേറ്ററിലോട്ട് വരാം. നീ നേരെ വന്നേക്കാവോ? ശരിയടാ. ഓക്കെ 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 ഓക്കെടാ, ബൈഡാ. ബൈ ബൈ ബൈ. ബാക്കി കാശ് നാളെ തരാം. ശരി മോളെ. കുഞ്ഞിന് വിശന്നിട്ട് പോയി മോളെ. എന്റെ എന്തെങ്കിലും അടുത്തൊന്നുമില്ല. ഒന്ന് ഏയ് പോ. മേഡം, താങ്ക് യു. വയസ്സായില്ലേ? കുട്ടിയൊന്നും ഇല്ലേ? കുട്ടിയെ കൊണ്ട് പോ. എന്തെങ്കിലും ഒന്ന് താ സാറേ. കുട്ടിയെ കൊണ്ട് പോകാൻ പറഞ്ഞില്ലേ? കൊച്ചിനെ എന്തിനാ വഴക്ക് പറയുന്നേ? സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ ഇത് സ്ഥിരമാവും വാ മോളെ. മോളെ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളില്ലേ? ഒന്ന് പോകുന്നേ. മോളെ, നിനക്ക് എന്ത് വേണമെന്ന് പറ, ചേച്ചി മേടിച്ചു തരാം. എന്താ വേണ്ടേ? ഇത് ഉം, ഇത് പിന്നെ അതും. ശരി. കുട്ടി ചോദിച്ചതൊക്കെ ഒന്ന് പാക്ക് ശരി. ചെയ്തോളൂ. എന്താ മോളെ? എന്നാ സർ, പിടിക്ക്. വീട്ടിൽ ചെന്നിട്ട് കഴിക്കണേ. മോളെ സ്കൂളിലേക്ക് അയച്ചൂടെ? ആഹാരം കൊടുക്കാനേ പറ്റണില്ല. പിന്നെ എങ്ങനെ മോളെ ഞാൻ സ്കൂളിലേക്ക് അയക്കാം അവളെ? മോളെ, നീ പഠിക്കുന്നോ? ഒരു മിനിറ്റ്. ഇന്നാ ഇതീ തന്നിട്ടുള്ള അഡ്രസ്സിൽ പോ. അവര് പഠിക്കാൻ വെക്കും. മോള് പഠിച്ചോ, അവര് അമ്മൂമ്മയെ നോക്കിക്കോളും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യണേ. വേറെ എവിടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിച്ചു കൊടുത്ത് മോളെ കൂട്ടിക്കൊണ്ടു പോകും. ശരി, വളരെ എന്നാ നന്ദിയുണ്ട് ഞാൻ പോട്ടെ. കുഞ്ഞേ.